Every cigarette is doing you damage. New research shows how tobacco smoke attacks a vital gene which protects lung cells from cancer. One damaged cell is all it takes to start lung cancer growing. Every cigarette is doing you damage. പൂവമ്പഴം എന്ന ഈ കഥ ഞാൻ മനസ്സുണ്ടായിട്ട് എഴുതുന്നതല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ് എഴുതുന്നത്. അദ്ദേഹം വിചാരിക്കുന്നു ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ടെന്ന്. മൂപ്പരുടെ കെട്ടിയോളായ ജമീല ബീവിയെ പറ്റിയാണ് കഥ. ജമീല ബീബി BA കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ. നാട്ടുനടപ്പനുസരിച്ച് BA കാരിയെ സ്കൂൾ ഫൈനലുകാരന് കെട്ടാൻ പറ്റുമോ? പക്ഷേ യുദ്ധത്തിൽ പിടിച്ചുപറ്റിയെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് വമ്പ് പറയുന്നത്. ബീഡി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ലൊരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു അബ്ദുൽ ഖാദർ. ഫോർത്ത് ഫോം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീബി മൊത്തം പഠിച്ചിരുന്നുവെന്നും അന്നു മുതൽക്കേ ജമീല ബീബിയിൽ അനുരക്തനായിരുന്നു എന്നുമാണ് അബ്ദുൽ ഖാദർ പറയുന്നത്. എങ്ങനെയായാലും ജമീല ബീബി BA പാസ്സായി. ഇപ്പോ വന്നതെങ്ങോട്ട്? ബാപ്പയുടെ ബീഡി കമ്പിയിൽ നിന്നും ഇഷ്ടം പോലെ പണമെടുത്ത് അങ്ങനെ ഗമയിൽ നടക്കുന്ന കാലം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീവിയിൽ അനുരക്തരായിരുന്നു. ഇന്നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വലിയ വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു ജമീല ബീവിയുടെ പുറകിൽ. അബ്ദുൽ ഖാദർ സാഹിബ് അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ജമീല ബീവി എന്നല്ലേ പേര്? അതെങ്കിലോ എന്താ വേണ്ട? ജമീല ബീവിയുടെ ബാപ്പയുടെ ബീഡി ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ 130ഓളം തൊഴിലാളികളുണ്ട്. അവരുടെ സെക്രട്ടറിയാണ് ഞാൻ. പേര് അബ്ദുൽ ഖാദർ. വളരെ സന്തോഷം. ടൗൺ കേടിയാണെന്നും കേട്ടിട്ടുണ്ട്. അതെ, ബീഡി തീർപ്പക്കാർ ഒരു പണിമുടക്കിന് ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ ഫാക്ടറി പൊട്ടിക്കും. ഇത് എന്നോട് എന്തിനാ പറയുന്നത്? ബാപ്പയോട് ചെന്ന് പറയൂ. ജമീലയോട് പറയാൻ കാരണമുണ്ട്. എന്താണത്? ഞാൻ ജമീലയെ ഗാഢമായി സ്നേഹിക്കുന്നു. സന്തോഷം. പിന്നെ വേറെന്തൊക്കെയാണ് നാട്ടുവർത്തനങ്ങൾ? ജമീല, നീ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ? ഇല്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചത്തുകളയൊന്നുമില്ല. ജമീല, നിന്റെ എല്ല് ഞാൻ തകർക്കും. ജമീല, എന്റെ ജീവിതം നീ പാഴാക്കരുത്. ഞാൻ നിന്നെ ഗാഢമായി സ്നേഹിക്കുന്നു. നിന്റെ വസ്ത്രങ്ങളെ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നു. കാണുന്ന യുവതികളെല്ലാം ഇങ്ങനെ തട്ടി നിർത്തി പ്രേമപ്രസംഗം നടത്താറുണ്ടല്ലേ? ഇല്ല എന്റെ ജമീല, നിന്നോടല്ലാതെ മറ്റു പെണ്ണിനോടും ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല, മിണ്ടുകയുമില്ല. നീ എന്റെ കണ്ണിലെ കാഴ്ചയാണ്. പിന്നെ നിനക്ക് ഞാനും എനിക്ക് നീ. വളരെ സന്തോഷം.
വാക്കുതർക്കങ്ങളുണ്ടായി. വീട്ടുകാരെതിരെ, നാട്ടുകാരെതിരെ, ഇടയ്ക്ക് പണിമുടക്ക് ബഹളം. എന്തായാലും ഒടുവിൽ ജമീല ബീവി അബ്ദുൽ ഖാദർ സാഹിബ് കല്യാണം കഴിച്ചു. അങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞു വരുമ്പോൾ ദാ വരുന്നു പൂവമ്പഴം. പിന്നെ എൻ്റെ ജമീല, ഞാനൊന്ന് കുളിക്കാൻ പോവില്ലേ? ഷർട്ട് ഇട്ടുകൊണ്ട് പോണോ? ഓ, ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ലല്ലോ. ജമീല പറഞ്ഞത് വല്ലതും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? നോക്കൂ, കണ്ടില്ല ആണ്ട് അശ്രിത, ഷർട്ടിന്റെ ബട്ടൺ പോയിരിക്കുന്നു. പിന്നെ എന്താ ജമീല, അരിവുപേരുടെ പ്രശ്നമാണോ? അല്ല, ഞാൻ BA പാസ്സായത് അടുക്കളക്കാരി ആവാനാണല്ലേ. മുത്തേ, എന്റെ കരൾ അടുക്കള കയറണ്ട, എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. ഓ മതി, ദിവസവും പറയാറുണ്ട്. ഇന്നുകൂടി എന്റെ മഹാറാണി അടുക്കളയിൽ കയറൂ. നാളെ മുതൽ നിന്റെ ഈ ദാസൻ. ഓ, ചുമ്മാ പറയല്ലേ. ഇപ്പോഴെന്തിനാ വിളിച്ചത്? ഓ, മുടി ചീകി മുഖത്ത് പൗഡർ ഇട്ട് പോകാനാണല്ലേ. പൂവൻപഴം. എന്ത് പൂവൻപഴം? എന്താണ് പറയുന്നത്? പൂവൻപഴം 2 എണ്ണം വാങ്ങിച്ചു കൊണ്ടുവരോ? ആവൂ, പൂവൻപഴാണല്ലേ, തിന്നാൻ കൊതിയുണ്ടല്ലേ. കൊണ്ടുവരാം. പുഴവക്കത്തുള്ള പീടിക കിട്ടും. ഇനി അവിടെ ഇല്ലെങ്കിൽ അടുത്തുള്ള ബസാറിൽ കിട്ടും. ഒരു കൊല പൂവൻപഴം കൊണ്ടുവരാം. രണ്ടെണ്ണം മതി. കണ്ടെടുത്തെല്ലാം അലഞ്ഞു നടക്കരുത്. വേഗം ഇങ്ങ് പോരണം. സന്ധ്യയാകാൻ കാക്കരുത് കേട്ടോ. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണ്. ഒന്നും മറക്കരുത് കേട്ടോ. ജമീൽ ആദ്യമായി ആവശ്യപ്പെടുന്ന ഒരു സംഗതി. വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്? പൊന്ന്, പട്ട്, വള. ചിലരുണ്ട്, അവർ കെട്ടിയോന്മാരോട് ആവശ്യപ്പെട്ട് കാട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന പെൻസിൽ 2 മീശയാണ്. അത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ പരിഭവം. ഓ, എന്നാലും ഞാൻ പൂച്ച പോലുള്ള സിംഹത്തിന്റെ മുഖത്തെ 2 പൂട വേണമെന്ന് പറഞ്ഞിട്ട് ജമീല ബീബി കൊണ്ടുവരാൻ പറഞ്ഞ് ഇത്തരമൊന്നുമല്ലല്ലോ. ഇതിലും 2 പൂവൻ അയാൾ കൂടി കഴിഞ്ഞിട്ടുള്ള പഴമാണ്. പൂവമ്പഴല്ലേ? പൂവമ്പഴല്ല, അക്കരെ പോയിക്കും. എന്താ ചെയ്യാ? എന്തായാലും കറുത്ത് കയറി അക്കരെ ചെന്ന് നോക്കാം. കുറച്ച് പൂവമ്പഴ വാങ്ങണം. പൂവമ്പഴുണ്ടോ? പൂവമ്പഴല്ല. പൂവമ്പഴുണ്ടോ? പൂവനില്ല, നല്ല മധുരനാരങ്ങയുണ്ട്. പൂവനേക്കാൾ കേമല്ലേ, വിറ്റാമിനും കൂടുതലുണ്ട്. പൂവിനേക്കാൾ നല്ലതല്ലേ മധുരനാരങ്ങ? വിറ്റാമിനും ഉണ്ട്. നാരങ്ങ മതി. ഇന്ന് എടുക്കല്ലേ? ഓ,
അല്ല, ഇന്നിപ്പോ നിങ്ങളെങ്ങനെ അക്കരക്ക് പോവാ? വഞ്ചി കിട്ടുമോ? ഒരു പിടുത്തവും ഇല്ല, നോക്കണം. ജമീല് വീട്ടിൽ ഒറ്റയ്ക്കാ. തമ്പുരാനെ, കടത്തുകാരനെ കാണാനില്ലല്ലോ. ജമീലാണെങ്കിൽ വീട്ടിൽ തനിച്ചു. എന്തായാലും പുഴ നീതി കിടക്കാന്നെ. നീന്താൻ പോകുന്നു. ഇങ്ങനെ കാത്തോളേ. ജമീൽ ഭയന്ന് വിറച്ചിരിക്കായിരിക്കും. നീ ഉറങ്ങിയില്ലേ? ഭർത്താവിന് സ്നേഹിക്കുന്ന ഭാര്യ. പാവം ഉറങ്ങിക്കാണും. എന്തായാലും വിളിക്കുക തന്നെ. എന്താ അവിടെ ഒരു വെളിച്ചം? അതോ പാച്ചോനെ, ഇതെന്താപ്പത്? ലോകത്തിലെ സകല കള്ളന്മാർക്കും ഒരു ഘോഷയാത്ര അകത്ത് കിടക്കാം. ജിമ്മി വാസുകൾ മുറിഞ്ഞിരിക്കുന്നു. ജമീല, നിനക്ക് വേണ്ടി എന്തുമാത്രം ചോരയാണ് ചിന്തിയത്.
മഹാറാണി അതോ വെട്ടല്ലേ കള്ളനൊന്നുമല്ല, സാധുവും ബുദ്ധിഹീനുമായ സാക്ഷാൽ അബ്ദുൽ ഖാദറാണേ. കണ്ടെടുത്തെല്ലാം അലഞ്ഞു നടന്നു വന്നല്ലേ? അകത്തെങ്ങനെ കടന്നു? ഈ പയ്യൻ വരുമ്പോൾ വാതിലുകളെല്ലാം താനേ തുറക്കപ്പെടും. വിഡ്ഢിത്തം പറയാതെ. അകത്ത് എങ്ങനെ കടന്നു? വല്ല കമ്പമിട്ട് സാക്ഷി നീക്കി തുറന്നല്ലേ? വല്ല കള്ളന്മാരും അത് കണ്ടെങ്കിലോ? ഇനി അവരും കയറും. ഇനി ഈ വീട്ടിൽ മനസ്സമാധാനത്തോടെ എങ്ങനെ താമസിക്കും? ഡേഡി ഫോളെ, വാതിൽ അടച്ചിട്ടില്ലായിരുന്നു. ഓ, ഒരുമാതിരി സംസ്കാരമില്ലാതെ സംസാരിക്കല്ലേ. വാതിൽ അടച്ചിട്ടില്ലായിരുന്നത്രേ. നീ നിസ്കരിച്ചോ? നിസ്കരിച്ചു. കൊണ്ടുവന്നിരിക്കുന്നു ഓറഞ്ച്. വല്ലവരും തിന്നുമോ? പോകുമ്പോഴൊരിടത്ത് കിട്ടാനില്ല. ഭക്ഷണം കഴിക്കാം. തമ്പുരാനെ, എരിവുമില്ല പുളിയുമില്ല, കറികളെല്ലാം പൊട്ടയാണ്. കറികളെല്ലാം നന്നായിരിക്കുന്നു. ജമീല, എനിക്ക് ഉറക്കം വരുന്നു. ജമീല, ഇവിടെ എണീറ്റ് വരൂ. മനസ്സില്ല. ഓ, ഞാൻ പുഴ നീന്തി മരിച്ചു പോയിരുന്നെങ്കിലോ? ജമീല, ഞാൻ പറഞ്ഞത് പൂവമ്പഴമാണ്. നാട്ടിൽ പൂവൻപഴം കിട്ടാനില്ല. നാളെ ഞാൻ എവിടുന്നെങ്കിലും വാഴത്തൈകൾ കൊണ്ടുവരാം. ഓ, അതെല്ലാം കുലച്ച് കായായി പഴുക്കുമ്പോൾ തിന്നുകൊള്ളാം. ഓറഞ്ച് തിന്നൂ. എനിക്ക് വേണ്ട. നീ തിന്നേ തീരൂ. തിന്നില്ലാൽ തല്ലി തീറ്റിക്കുമോ? എണീക്ക്. മനസ്സില്ല. ഓഹോ, അങ്ങനെയാ. അടുത്ത വെട്ടാണ്. ജമീല, കണ്ണുനീർ ചുമ്മാ കളയണ്ട. നീ ഒരു ഭരണിയിൽ കരഞ്ഞു വെച്ചോളൂ. ഞാൻ പിന്നീട് അത് കുളിച്ചോളാം. എന്നെ കൊല്ലാൻ പോവല്ലേ? അതെ, നിന്നെ ഹറുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ബിരിയാണി വെക്കാൻ പോവാ. തിന്നോ? അത്രയ്ക്കായോ? പോരാ. അടുത്ത വെട്ടുകത്തിയ. കുരു കളഞ്ഞ് പതിയെ തിന്നാ മതി. നീ തിന്നുന്നത് എന്താണ്? ഓറഞ്ച്. നീ തിന്നുന്നതാണ് പൂവമ്പഴം. എന്താണ്? പൂവമ്പഴം. അരിവെപ്പുകാരിയെ വേണോ? വേണ്ട. എന്താണ് തിന്നത്? പൂവമ്പഴം. എന്റെ കരളിനെ നൊന്തോ? ഇല്ല. പണ്ട് നീ പൂവമ്പഴം വേണമെന്ന് പറഞ്ഞപ്പോ രാത്രി പുഴ നീന്തി കിടന്ന് ഞാൻ എന്താണ് കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ? ഓറഞ്ച്. പൂവമ്പഴം. അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഓറഞ്ച് പോലെ ഒരുണ്ട്. എന്താണ് കൊണ്ടുവന്നത്? പൂവമ്പഴം. പൂവമ്പഴം.